നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അയോധ്യ രാമക്ഷേത്രം ബോംബ് വെച്ച് തകർക്കാനായിട്ട് ജിഹാദി ഭീകരവാദിയുടെ ഒരു ശ്രമം ഉണ്ടായിരിക്കുന്നു. ഈ ശ്രമത്തെ ഇപ്പോൾ UP പോലീസും ഗുജറാത്ത് ATSും സംയുക്തമായിട്ട് പ്രതിരോധിച്ചിരിക്കുന്നു. അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ഈ ജിഹാദി ഭീകരവാദിയെ ഇപ്പോൾ ഇവർ പൊക്കിയെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കുക, വർഷങ്ങളായിട്ട് തന്നെ ഏകദേശം 500 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കോടതി വിധിയിലൂടെ ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തിന്, രാമഭക്തർക്ക് അയോധ്യയുടെ മണ്ണ് തിരിച്ചു കിട്ടിയത്. അവിടെ പരമപവിത്രമായിട്ടുള്ള ഒരു രാമക്ഷേത്രം ഉയർന്നു. ആ രാമക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷവും അതിന് മുന്നോടിയായിട്ടൊക്കെ തന്നെ ജിഹാദികൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തി വരികയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു പോക്ക് നോക്കി കഴിഞ്ഞാൽ ഭീകരവാദികൾക്ക് 2014 ശേഷം എവിടെയും ഒരു ആക്രമണ പരമ്പരകൾ നടത്താൻ സാധിച്ചിട്ടില്ല. ലഷ്കർ-ഇ തൊയ്ബ, ഇന്ത്യൻ മുജാഹിദ്ദീൻ, സിമി പോലെയുള്ള, ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകരവാദ സംഘടനകൾ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയും 2014 മുന്നോടിയായിട്ട് എല്ലാ നഗരങ്ങളും, മുംബൈ സ്ഫോടനം, ദില്ലി സ്ഫോടനം, ഹൈദരാബാദ് സ്ഫോടനം, ബാംഗ്ലൂർ സ്ഫോടനം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് ആക്രമണ പരമ്പരകൾ നടത്തിയിരുന്നതാണ്. നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയതിനു ശേഷം ഈ ജിഹാദി ഭീകരവാദികൾക്ക് വലിയ തരത്തിലൊന്നും ഇവിടെ ആക്രമണങ്ങൾ നടത്താൻ സാധിച്ചിട്ടില്ല. അത് ഒറ്റയടിക്ക് തന്നെ ഇത് നിർന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ അവർ വലിയ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ജമ്മു കാശ്മീരിലാണ്. അതിർത്തി കടന്നുപോയി പാകിസ്ഥാനിൽ പോയി ആയുധ പരിശീലനം നേടി പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഇന്ത്യൻ സൈന്യത്തെ ആക്രമിക്കുന്ന സ്വഭാവം അത് ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ ഈ രാജ്യത്തുണ്ടായിരുന്നു. ഇപ്പോൾ അതിർത്തി വിട്ട് അപ്പുറത്തേക്ക് പോകാൻ പോലും സാധിക്കുന്നില്ല. അതിർത്തിക്ക് ഇപ്പുറം വെച്ച് തന്നെ ജിഹാദികളുടെ പരിപാടി ഇപ്പോൾ തീർത്ത് കളയാണ് ഇന്ത്യൻ സൈന്യം. അപ്പോൾ സുഡാപ്പികൾക്ക് സംബന്ധിച്ച് ഇവർക്ക് ഒരേ ഒരു ലക്ഷ്യം, ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിന്റെ അകത്ത് ഒരു അസ്വസ്ഥത ഉണ്ടാക്കണം. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വലിയ ചരിത്രപരമായിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിലൊക്കെ വിദേശികൾ പോലും വിലയിരുത്തുന്ന മഹാകുംഭമേളക്ക് ഇപ്പോൾ അവസാനം വന്നിരിക്കുകയാണ്. 45 ദിവസത്തെ സ്നാന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം വലിയ തരത്തിൽ 62 കോടി ഭക്തജനങ്ങളാണ് ഈ പറയുന്ന പ്രയാഗ്രാജിൽ വന്നു പോയത്. ഉത്തർപ്രദേശ് സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സ്വീകാര്യത രാജ്യത്ത് മുഴുവൻ ലഭിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. യോഗി ആദിത്യനാഥിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും സംയുക്തമായിട്ടുള്ള പ്രവർത്തനം അത് വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. ഇതിനിടയിലേക്ക് വരെ ജിഹാദികളുടെ നുഴഞ്ഞുകയറ്റവും അവർ പലതരത്തിൽ സ്ഫോടന പരമ്പരകൾ വരെ നടത്താനുള്ള ആസൂത്രണ ശ്രമങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ടാകാം. അത് അവിടെ പരാജയപ്പെട്ടപ്പോൾ അയോധ്യയിൽ ഇപ്പോൾ തിരക്കുകൾ കുറച്ച് കുറഞ്ഞിട്ടുള്ള അയോധ്യ തെരഞ്ഞെടുത്തതായിരിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു, അല്ലെങ്കിൽ ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായിട്ടുള്ള അയോധ്യ രാമക്ഷേത്രം സ്ഫോടനത്തിലൂടെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഗ്രനേഡുകളുമായിട്ട് തന്നെ അയോധ്യയിൽ വെച്ച് പിടിയിലായിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ രാജ്യത്ത് ഭീകരവാദികളുടെ എണ്ണത്തിലൊന്നും യാതൊരു കുറവൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഈ സംഘടനകൾ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാനും ഇന്ത്യ മഹാരാജ്യത്തെ നശിപ്പിക്കാനും വേണ്ടി അങ്ങനെ ഒരു മനോനിലയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പല രീതിയിൽ തന്നെ പല സംവിധാനങ്ങളിലൂടെ സ്ഫോടന പരമ്പരകൾ നടത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ അവർക്കുള്ളത്. ലോകത്തിന്റെ മുന്നിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ സർക്കാരിന്റെ കീഴിൽ ഞങ്ങൾക്ക് ഇപ്പോഴും സുരക്ഷിതമായിട്ട് ഇന്ത്യയിൽ ആക്രമണം നടത്താൻ സാധിക്കുന്നു എന്നുള്ള ഒരു വിഷയം ഉണ്ടാക്കിയെടുക്കുക. കശ്മീർ മുതൽ കേരളം വരെയുള്ള പല പ്രദേശങ്ങളിലും ഭീകരവാദ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ഇതിന് ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ അകത്ത് ഇപ്പോഴും ജെയ്ഷെ മുഹമ്മദും, ലഷ്കർ-ഇ തൊയ്ബയും, സിമിയും, പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള പല ഭീകരവാദ സംഘടനകളും ഇപ്പോഴും അവരുടെ സ്ലീപ്പർ സെല്ലുകളും അവരുടേതായിട്ടുള്ള സംവിധാനങ്ങളും കൃത്യമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഓരോ നീക്കങ്ങളും വലിയ രീതിയിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഏജൻസികൾ, ഭീകരവാദ വിരുദ്ധ സ്ക്വാഡുകൾ അല്ലെങ്കിൽ ഏജൻസികൾ കൃത്യമായിട്ട് ഇത് അവരുടെ പുറകിൽ തന്നെ നിന്നുകൊണ്ട് ഇതുപോലെ പിടികൂടുകയാണ്. അല്ലാത്തൊരു പക്ഷമുണ്ടെങ്കിൽ അയോധ്യയിൽ ഇപ്പോൾ ഒരു സ്ഫോടനം നടന്നതിന് അത്രക്ക് വലിയ രീതിയിൽ രാമക്ഷേത്രത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇവന്മാരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവരെ പോലെയുള്ള ജിഹാദി ഗ്രൂപ്പുകൾക്കെതിരെ നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംവിധാനത്തിൽ നിന്ന് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതവർ വലിയ രീതിയിൽ തന്നെ വ്യാപിപ്പിക്കുകയാണ്. ഓരോ സമയത്തും കേന്ദ്ര സർക്കാരിന് കുറ്റം പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ആളുകൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഭരിച്ചിരുന്ന സമയത്ത് നിരവധി ഭീകരാക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് കണ്ടു. ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായിട്ട പാവപ്പെട്ട ആളുകൾ തെരുവീതികളിൽ ഈ ജിഹാദികളുടെ സ്ഫോടന പരമ്പരകളിൽ വെന്ത് വെണ്ണീറായി
തങ്ങളുടെ ശരീരം പോലും അല്ലെങ്കിൽ തൻ്റെ ഉറ്റ ബന്ധുക്കളുടെ ശരീരം പോലും കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ചിന്നിച്ചിതറിക്കെടുക്കുന്ന അവസ്ഥയിലൂടെ കാര്യങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് ഈ പറയുന്ന ഭീകരന്മാരുടെ ഭാഗത്ത് നിന്ന് നിരവധി വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. പരസ്യമായിട്ടായിരുന്നുള്ള സ്ഫോടനം. രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ലാൽകൃഷ്ണ അദ്വാനിയെ പോലും കൊലപ്പെടുത്താൻ വേണ്ടി കോയമ്പത്തൂരിൽ നടത്തിയ സ്ഫോടന പരമ്പരകളൊക്കെ നമ്മൾക്കറിയാം. ഇതോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യയിൽ ജിഹാദികൾക്ക് വലിയ സ്വാധീനം പല ഘട്ടങ്ങളിലായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കേരളം തന്നെയാണ് PFI എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനം. 2022 സെപ്റ്റംബർ മാസം 28-ാം തീയതി ഈ ഭീകരവാദ പ്രസ്ഥാനത്തെ രാജ്യം നിരോധിച്ച സമയത്ത് ഇവരുടെ 100ഓളം നേതാക്കന്മാർ മാത്രമാണ് ജയിലിൽ അകപ്പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകൾ എല്ലാവരും ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ ഈ പറയുന്ന കേരളത്തിൻ്റെ മണ്ണിൽ ഈ PFI പോലെയുള്ള ഭീകരവാദികളുടെ പ്രവർത്തനത്തിൽ സജീവമായിട്ട് നിന്ന ആളുകൾ ഇവിടെ ഇപ്പോഴും ഉണ്ട്. ആരും എവിടെയും പോയിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇതേ ആളുകൾ തന്നെയാണ് ദില്ലിയിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും അവരുടെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ ഈ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുമുള്ള ഒരുപാട് പ്രവർത്തകർ ഇപ്പോഴും രാജ്യത്തിൻ്റെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും തകർത്തെറിഞ്ഞുകൊണ്ട് ഇവിടെ സ്ഫോടന പരമ്പരകൾ നടത്തി രാജ്യത്തിൻ്റെ അകത്തൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി നിരന്തരം ശ്രമിക്കുന്നു. PFIയുടെ നിരോധനത്തിന് ശേഷം നമ്മൾ ചിന്തിക്കുന്നത് കേരളത്തിലെ ഇവരുടെ പ്രവർത്തകരെ മാത്രമായിരിക്കാം. പക്ഷെ ഒരിക്കലുമല്ല, രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇവർക്ക് പ്രവർത്തകരുണ്ട്. നമ്മൾ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ ഒരു സമര പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇവിടുത്തെ ജിഹാദി ഗ്രൂപ്പുകൾ നടത്തിയ ഒരുപാട് പരിശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് അവസാനം രാജ്യ തലസ്ഥാനത്തെ ഒരു കൊലക്കളമാക്കുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക്, കലാപങ്ങളിലേക്ക് വരെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയെല്ലാം ഈ PFI എന്ന് പറയുന്ന സംഘടനയുടെ വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. അവർക്ക് ആ സ്വാധീനം നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലേക്കുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഇതുപോലെയുള്ള സംവിധാനങ്ങൾ നടത്തിക്കൊണ്ട് ജിഹാദി മാനസികാവസ്ഥയുള്ള ആളുകളെ ഉണർത്താൻ വേണ്ടിയിട്ട് ഇവർ പരിശ്രമിക്കുന്നത്. അപ്പോൾ ദില്ലി സ്ഫോടന പരമ്പരകളിൽ പോലും നിരന്തരമായിട്ട് അല്ലെങ്കിൽ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ള ഭീകരവാദ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങളിൽ പലപ്പോഴായിട്ട് പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ നമ്മൾക്കറിയാം. സിമിയും അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകരവാദ സംഘടനകളാണ്. ഇവരുടെ എല്ലാം കൃത്യമായിട്ടുള്ള ആസൂത്രണം തന്നെയാകണം ഇപ്പോൾ നമ്മുടെ അയോധ്യ എന്ന് പറയുന്ന പുണ്യപരിപാവനമായിട്ടുള്ള അല്ലെങ്കിൽ മര്യാദ പുരുഷോത്തമനായിട്ടുള്ള പ്രഭു ശ്രീരാമചന്ദ്രന്റെ പാതാരവിന്ദങ്ങൾ കുടികൊള്ളുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കൊച്ചു രൂപം കുടികൊള്ളുന്ന പ്രധാനമായിട്ട് ഈ പറയുന്ന അയോധ്യ രാമക്ഷേത്രം, അവിടെ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി രാജ്യത്ത് സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇവർ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുത്തുകൊണ്ട് രാജ്യത്തിൻ്റെ അധികാരികൾ അല്ലെങ്കിൽ സുരക്ഷാ ഏജൻസികൾ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം തന്നെയാണ്. ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പോസ്റ്ററുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ കാണുന്ന സമയത്ത് കേരളത്തിലെ ഒരുപാട് സുഡാപ്പികൾക്ക് ഇതൊന്നും പിടിക്കുന്ന കാര്യമല്ല. പക്ഷേ മനസ്സിലാക്കുക, ഇത് കൃത്യമായിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഇവരുടെ മനസ്സിലുള്ളതാണ്. അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമെന്നുള്ളത് അവർക്കറിയാം. പക്ഷേ അങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ അത് തകർത്ത് കളയുമെന്നുള്ള രീതിയിലേക്കുള്ള ISIS-ന്റെ അടക്കമുള്ള അവരുടെ നേതാക്കന്മാരടക്കമുള്ള ആഹ്വാനം ഇവിടെയുള്ള ഭീകരന്മാർ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇപ്പോൾ ഈ നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പുറകിലേക്ക് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പോലും ഭീകരവാദികളെ പിടികൂടാൻ ഇനിയും സാധ്യതയുണ്ട്. അതിൻ്റെ പങ്ക് ഇവിടെ ജിഹാദികൾക്ക് വലിയ രീതിയിൽ സ്വാധീനമുള്ള കേരളത്തിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. പല ഘട്ടങ്ങളിലായിട്ട് രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള ചില ആളുകൾക്ക് പോലും അല്ലെങ്കിൽ ഭീകരവാദികൾക്ക് പോലും പങ്കുള്ളതായിട്ട് പലപ്പോഴായിട്ട് തെളിഞ്ഞിട്ടുള്ളതാണ്. അത് ശ്രീലങ്കയിൽ പോലും ഒരു ഈസ്റ്റർ ദിനത്തിൽ നടന്ന സ്ഫോടനത്തിൽ പോലും നടന്നിട്ടുള്ള ആ ഒരു ആസൂത്രണ കാര്യങ്ങളിൽ കേരളത്തിൽ നിന്നടക്കമുള്ള ഭീകരവാദികൾ പിടിയിലായിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ആരും ഇല്ലാതെ ആയിട്ടില്ല. ഭീകരവാദികളുടെ വലിയ രീതിയിലുള്ള പരിശ്രമങ്ങൾ ഇതുപോലുള്ള രാമക്ഷേത്രം തകർക്കാനോ മറ്റുള്ള ക്ഷേത്രങ്ങൾ തകർക്കാനോ നിരന്തരമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജനങ്ങളും സർക്കാരും ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ജാഗ്രത പാലിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ പരിഹാരമായിട്ടുള്ളത്. ഭീകരവാദികളുടെ അവസാനത്തെ ശവക്കല്ലറയിലും ആണിയടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നരേന്ദ്രമോദിയും അമിത്ഷായും കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന ആ ഒരു ദിവസത്തിനായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും കാത്തിരിക്കാം.